എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സാഹസ്രം 187 ദിവസം 18 ദശകത്തിലെ 8 ശ്ലോകത്തിലേക്ക് നമ്മൾ പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ ഈ ആധ്യാത്മികതയിൽ അക്കങ്ങൾക്കുള്ള പങ്ക് അല്ലെങ്കിൽ സംഖ്യയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ 3 എന്നുള്ള സംഖ്യ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് 4 എന്നുള്ള സംഖ്യ ആധ്യാത്മികതയിൽ എന്തൊക്കെയാണ് 4 എന്ന സംഖ്യ കൊണ്ട് പറയുന്നത് എന്ന് നോക്കാം. 4 ചതുർയുഗങ്ങൾ. ചതുർയുഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ചതുര ഉപായങ്ങൾ സാമം, ദാനം, ഭേദം, ദണ്ഡം. ചാതുർവർണ്ണ്യം ഭഗവാന്റെ മുഖത്ത് നിന്നാണ് ബ്രാഹ്മണൻ, ബാഹുവിൽ നിന്ന് ക്ഷത്രിയൻ, ഊരുവിൽ നിന്ന് വൈശ്യൻ, പാദത്തിൽ നിന്ന് ശൂദ്രൻ എന്നിവർ ഉണ്ടായി. 4 വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ചതുരാശ്രമങ്ങൾ 4 ആശ്രമങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സംന്യാസം. ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യം, ജഘനത്തിൽ നിന്ന് ഗാർഹസ്ഥ്യം, വക്ഷസ്ഥലത്ത് നിന്ന് വാനപ്രസ്ഥം, ശിരസിൽ നിന്ന് സന്യാസം എന്നിവരുണ്ടായി. എന്നീ 4 ആശ്രമങ്ങളുണ്ടായി എന്ന് പറയപ്പെടുന്നു. സനകാദികൾ 4 പേരാണ്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ. പുരുഷാർത്ഥങ്ങൾ 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മഹാവിഷ്ണുവിൻ്റെ ചതുർവ്യൂഹങ്ങളുണ്ട്. അവർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വിഷ്ണു. സൃഷ്ടിക്ക് വേണ്ടി 4 അംശങ്ങളായിട്ട് ഭവിച്ചു എന്നതാണ് ചതുർവ്യൂഹം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പ്രളയം 4 തരത്തിലുണ്ട്. നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, പ്രകൃതി പ്രളയം, ആത്യന്തിക പ്രളയം. ചതുരാത്മാ 4 ആത്മാക്കളുണ്ട്. പുരുഷൻ, പ്രകൃതി, കാലം, സൃഷ്ടി വസ്തുക്കൾ. പുരുഷനായും പ്രകൃതിയായും കാലമായും സൃഷ്ടി വസ്തുക്കളായും പരിണമിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ജീവന്മാർ 4 തരമുണ്ട്. നിത്യജീവൻ, മുക്തജീവൻ, മുമുക്ഷുജീവൻ, ബദ്ധജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സംസാരസാഗരം താങ്ങുക മാത്രമല്ല മറ്റുള്ളവരെയും കരകയറ്റുന്നവൻ. അതായത് ശ്രീശുക ബ്രഹ്മർഷി, നാരദൻ തുടങ്ങിയവരാണ് നിത്യജീവന്മാർ. മുക്തജീവൻ എന്ന് പറഞ്ഞാൽ സംസാരം ഉപേക്ഷിച്ചവൻ, അവർ ജ്ഞാനികളാണ്. അതുപോലെ തന്നെ മുമുക്ഷുജീവൻ, സംസാരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വെമ്പുന്നവനാണ് മുമുക്ഷുക്കൾ. ബദ്ധജീവൻ എന്ന് പറഞ്ഞാൽ ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലുന്നവൻ സംസാരി. ഭക്ഷണം 4 തരമുണ്ട്. ഖാദ്യം, പേയം, ചോഷ്യം, ലേഹ്യം. ഖാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവച്ചരച്ച് തിന്നുന്ന ഭക്ഷണം. പേയം എന്ന് പറഞ്ഞാൽ ജലരൂപത്തിൽ കഴിക്കുന്നത്. ചോഷ്യം എന്ന് പറഞ്ഞാൽ കുത്തിവെക്കുന്നത്, അതുപോലെ അതായത് ഈ ഗ്ലൂക്കോസൊക്കെ കുത്തിവെക്കുന്നത് പോലെ കഴിക്കുന്നത്. ലേഹ്യം എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിൽ കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഭക്ഷണം അരച്ച് ശരീരത്തിൽ
പുരട്ടുന്ന ഒരു രീതിയാണ് ലേഹ്യം. 4 തരം സൃഷ്ടികളുണ്ട്, സൃഷ്ടിവർഗങ്ങളുണ്ട് 4 തരത്തിൽ. ജരായുജം, അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം. ജരായുജം എന്ന് പറഞ്ഞാൽ ജരായു എന്ന തൊലിയിൽ പൊതിഞ്ഞിരിക്കുന്ന ഗർഭത്തിൽ നിന്ന് ജനിക്കുന്നവ, അല്ലെങ്കിൽ മനുഷ്യർ, മൃഗങ്ങൾ, ഇവരൊക്കെ. അടുത്തത് അണ്ഡജം, അതായത് മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് ജനിക്കുന്നവ, പക്ഷി, പാമ്പ്, അല്ലെങ്കിൽ സർപ്പങ്ങൾ, ഇതുപോലുള്ള ജീവികൾ. സ്വേദജം എന്ന് പറഞ്ഞാൽ വിയർപ്പിൽ നിന്ന് ജനിക്കുന്നവ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പേൻ, അതുപോലെ മുട്ട, ഇതൊക്കെയാണ്. ഉദ്ഭിജം എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച് ഉണ്ടാകുന്നവയാണ് ഉദ്ഭിജങ്ങൾ. അത് സസ്യാദി തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ മുളപ്പിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. ഭഗവത് തത്വം 4 എണ്ണം ഉണ്ട്. ജ്ഞാനം, യോഗം, ക്രിയ, ചര്യ എന്നിങ്ങനെയാണ് 4 തരം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ജീവൻ, ജഗത്ത്, ബന്ധം, മോക്ഷം, ഈ തത്വങ്ങളെ പ്രകാശിപ്പിക്കുന്ന അറിവാണ് ജ്ഞാനം. യോഗം എന്ന് പറഞ്ഞാൽ മുക്തിക്ക് സാധനാഭൂതമായ ചിത്തനിരോധനാദികൾ. ക്രിയ എന്ന് പറഞ്ഞാൽ ഭഗവത് പൂജയ്ക്ക് വേണ്ടി ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതാണ് ക്രിയ. വിഗ്രഹങ്ങൾ നിർമ്മിക്കുക, സ്ഥാപിക്കുക തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ക്രിയയിൽപ്പെടും. ചര്യ എന്ന് പറഞ്ഞാൽ മൂർത്തിപൂജ, നിത്യനൈമിത്തികാദി കർമ്മങ്ങൾ, വർണ്ണാശ്രമധർമ്മ പരിപാലനം തുടങ്ങിയവ ചര്യയിൽ ഉൾപ്പെടുന്നു. വാസുദേവൻ്റെ 4 തേർകുതിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുഗ്രീവൻ, മോഘം, പുഷ്പം, ശൈബ്യം, വലാഹകം. പിതൃമാർഗത്തിൽ ഉള്ള 4 വഴികൾ ഏതെന്ന് വെച്ചാൽ യാഗം, അധ്യയനം, ദാനം, തപം. നാൻമുഖൻ ആരാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവ്. 4 ദശകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ചതുർഭുജൻ എന്ന് പറഞ്ഞാൽ ആരാ? മഹാവിഷ്ണു. ചതുർമഠങ്ങൾ, 4 മഠങ്ങളുണ്ട്. അത് ഗോവർദ്ധന മഠം, ശൃംഗേരി, ദ്വാരകയിലെ ശാരദാമഠം, ബദരി ജ്യോതിർമഠം, ബദരിയിലുള്ള ജ്യോതിർമഠം. ഇങ്ങനെയാണ് 4 മഠങ്ങൾ. ചതുർയുഗങ്ങൾ: കൃതം, ത്രേതം, ദ്വാപരം, കലിയുഗം. ചതുർപാദങ്ങൾ, 4 പാദങ്ങളുണ്ട്. സത്യം, ശൗച്യം, ദയ, തപസ്. അത് ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ്. 4 കർമ്മങ്ങളുണ്ട്. നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം എന്നിവർ. ഭക്തര് 4 പേരുണ്ട്. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. 4 ധാമങ്ങളുണ്ട്, ചതുർധാമങ്ങൾ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദ്വാരക, പുരി, ബദരീനാഥ്, രാമേശ്വരം. അതുപോലെ തന്നെ ചതുർധർമ്മങ്ങളുണ്ട്. 4 ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഋഷഭാദ്രിയിലുള്ള 4 ഔഷധങ്ങളുണ്ട്. ശല്യകിരിണി, വിശല്യകിരിണി, ബന്ധാനകിരിണി, മൃതസഞ്ജീവനി. ശല്യങ്ങളെ അകറ്റുന്നത് ശല്യകിരണി. അറ്റുകിടക്കുന്ന അവയവങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് വിശല്യകിരണി. ശരീരത്തിൻ്റെ തേജസ് വർദ്ധിപ്പിക്കുന്നത് സന്താനകിരണി. പ്രാണനെ ദാനം ചെയ്യുന്നത് മൃതസഞ്ജീവനി. ഹനുമാൻ ജാംബവാൻ്റെ വാക്കനുസരിച്ച് രാമരാവണ യുദ്ധത്തിൽ രാമൻ്റെ പടയെല്ലാം ജീവിപ്പിക്കുന്നതിനായി ഋഷഭാദ്രിയിൽ ചെന്ന് മൃതസഞ്ജീവനി കൊണ്ടുവന്ന്
വന്നതായും അവരെയും ജീവിപ്പിച്ചതായും രാമായണ കാവ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഋഷഭാദ്രിയിലെ ഔഷധങ്ങൾ ഉണ്ടായതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ നമുക്കത് അനുസ്മരിക്കാം. ഇപ്പോൾ നമ്മളിതാ പാരായണത്തിലേക്ക് കടക്കുകയാണ്. 18ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകം, നാരായണീയ സാഹസ്രം 187ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നു. ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമ്മളിതാ 187ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാരായണത്തിലേക്ക് കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മനാ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദേവേന്ദ്രം മുഹിരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോഃ സമാപ്തോ സാക്ഷാൽ ത്വം മധുരിപുമൈക്ഷധ സ്വയം സ്വം. ദേവേന്ദ്രം മുഹുരുതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോഃ സമാപ്തോ സാക്ഷാൽ ത്വം മധുരിപുമൈക്ഷധാഃ സ്വയം സ്വം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവരോടും ഇനി പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചാനലിലെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് എല്ലാവരും ഇരുന്ന് കാണുക. അതിനുശേഷം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും പൊന്നുഗുരുവായൂരപ്പൻ്റെയും അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം എന്നുമെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാലോകക്ഷേമായ കുറുവന്ദം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാപ്രാണനായകം പത്മനാഭപരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ ബ്രഹ്മഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. 18ാം ദശകത്തിൻ്റെ സമർപ്പണത്തിലേക്ക് എത്തുന്നു. 8ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. വലിയൊരാഖ്യാനം ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ള ആഖ്യാനം പൃഥു ചരിതം. അതാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ചുരുക്കിയിട്ടില്ല, വിസ്തരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ശ്ലോകങ്ങളിൽ ചുരുക്കിക്കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നത്. അവിടെ നവധ്യോ ഭവതാമിന്ദ്രോ യജ്ഞോ ഭഗവത്തനു യഞ്ജിഘാംസഥ യജ്ഞേന യസ്യേഷ്ടാസ്തനവസുരാഹ. സ്രുവം കൊണ്ട് ആവാഹിച്ച് ഇന്ദ്രനെ അഗ്നിയിലേക്ക് ഹോമിക്കാൻ തയ്യാറായി മഹർഷിമാരൊക്കെ.
99 തവണ അദ്ദേഹം കുതിരയെ തട്ടിക്കൊണ്ടുപോയി. പൃഥ്വിമഹാരാജാവ് അനങ്ങിയില്ല. മഹർഷിമാർക്ക് ദേഷ്യം വന്നു. അവരെല്ലാവരും കൂടി ആവാഹിച്ച് ഹോമിക്കാൻ നോക്കിയപ്പോഴാണ് നവധ്യോ ഭവതാം ഇന്ദ്ര എന്ന് അഭ്യേത്യ നേരിട്ട് വന്നു ബ്രഹ്മാവ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ദ്രൻ നിങ്ങളാൽ വധിക്കപ്പെടേണ്ടവനല്ല, ബ്രഹ്മാവ് പറഞ്ഞു. ഓൾറെഡി അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത്. യൻ ജിഘാംസഥ യജ്ഞേന, കാരണം യസ്യേഷ്ടാസ്തനവസ്തുരാഹ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ശരീരങ്ങളാണ് ദേവന്മാർ. ആ ദേവന്മാരൊക്കെ ഇവിടെ ഹാജരായിട്ടുണ്ട്, അദ്ദേഹത്തിന് മാത്രമേ ഈ തോന്നിവാസമുള്ളൂ. അപ്പോൾ യജ്ഞത്തെ കൊണ്ട് അവിടെ ഓൾറെഡി അദ്ദേഹം ഹനിക്കപ്പെട്ടു എന്ന് ബ്രഹ്മാവ് പറയാണ്. ഇനി അത്തരത്തിലുള്ളൊരു വിദ്വേഷത്തിൻ്റെ ആവശ്യമില്ല എന്ന് പൃഥ്വി മഹാരാജാവിനെ ഉണർത്തി. തദിതം പശ്യത, നിങ്ങളിത് നോക്കൂ എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. മഹദ്ധർമ്മവ്യതികരം, മഹത്തായിട്ടുള്ള ധർമ്മത്തെ ചെയ്യുന്ന രീതിയിലുള്ള മഹത്തായിട്ടുള്ള ധർമ്മങ്ങളെ അനുഷ്ഠിച്ചവനാണ് ഈ മഹാരാജാവ്. തൻ്റെ ധർമ്മങ്ങളാൽ തന്നെ ദേവേന്ദ്രനേക്കാൾ ഉച്ചത്തിൽ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് ചോദ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാജസമായ അല്ലെങ്കിൽ താമസമായ സ്വഭാവ വിശേഷങ്ങൾ സാത്വികമായ ഈ അന്തരീക്ഷത്തിൽ ചെയ്തുകൂടാ. ഇദ്ദേഹം ലോകത്തിന് വേണ്ടിയാണ് യാചനം ചെയ്തത്, യജിച്ചത്, യാഗം ചെയ്തത്. അപ്പോൾ സാത്വികതയുടെ സാത്വികത എന്നല്ല, നൈർഗുണ്യഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, പൃഥ്വി മഹാരാജാവ്. അതുകൊണ്ട് ഒരു ലക്ഷ്യത്തോടുകൂടി കർമ്മം ചെയ്യുന്ന ദേവേന്ദ്രനെ പോലെയുള്ള ആളുകളൊന്നും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം യാഗങ്ങളുടെ ഇടയിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്തുകൂടാ എന്നിങ്ങനെ പൃഥുകീർത്തേഹ പൃഥോർ ഭൂയാൽ തർഹ്യേകോന ശതക്രതു എന്ന് ബ്രഹ്മാവ് പറയാണ്. പൃഥുകീർത്തേഹ പൃഥോഹോ, പൃഥുകീർത്തി എന്ന് വെച്ചാൽ വിസ്താരമേറിയ കീർത്തി, അല്ലെങ്കിൽ വളരെ അടിസ്ഥാനം ഉള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള കീർത്തി, ഒരിക്കലും നശിക്കാത്ത സൽകീർത്തി, സൽപ്പേര് ഉള്ള ആളാണ് പൃഥ്വി മഹാരാജാവ്. ഇദ്ദേഹം ഏകോനശതകൃതു എന്ന പേരിൽ അലംതേ കൃതുഭിസ്വിഷ്ടൈ യത് ഭവാൻ മോക്ഷധർമ്മവിൽ, മോക്ഷധർമ്മത്തെ അറിയുന്നവനായിട്ടുള്ള അവിടുന്ന് ഇനിയൊക്കെ നിർത്തിക്കോളൂ എന്നാണ് പറഞ്ഞത്. ക്രതുഭിസ്വിഷ്ടൈ, ദേവന്മാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട യാഗങ്ങളാൽ അവിടുന്ന് മോക്ഷധർമ്മത്തെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ദേവേന്ദ്രൻ്റെ സ്ഥാനമോ ദേവേന്ദ്രൻ്റെ മോഹമോ ദേവേന്ദ്രൻ്റെ ലക്ഷ്യമോ അല്ല അവിടത്തേക്കുള്ളത്. അവിടുന്ന് തികഞ്ഞ മോക്ഷമൂർത്തിയാണ്. ആ മോക്ഷത്തിലേക്ക് എത്തിച്ചേർന്ന ആളാണ് സൽക്കർമ്മങ്ങളിലൂടെ. അപ്പം ഈ ബാധകം അല്ലാത്ത വിഷയങ്ങളെ ബാധിച്ച് അങ്ങയുടെ പൂർവികനായിട്ടുള്ള ധ്രുവനും ഇപ്രകാരം ചെയ്തിരുന്നു എന്ന് അവിടെ ബ്രഹ്മാവ് ചിലപ്പോൾ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവാം പരോക്ഷമായിട്ട്. ധ്രുവൻ ഏതോ ഒരു യക്ഷൻ തൻ്റെ അനിയനെ കൊന്നു എന്ന പേരിൽ അനവധി യക്ഷന്മാരെ വകവരുത്തിയ ആളാണല്ലോ. അപ്പം ദേവേന്ദ്രൻ ഒരു നീചപ്രവൃത്തി ചെയ്തു എന്നുള്ളതുകൊണ്ട് അതൊന്നും അങ്ങേ ബാധിക്കുക തന്നെയില്ല. കാരണം പൃഥു കീർത്തേഹ, അങ്ങ് ലോകമാകമാനം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കീർത്തിയോട് കൂടിയവനാണ്. ആ കീർത്തിയെ ഇല്ലാതെയാക്കാൻ ഒരു സമരം കൊണ്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ദേവേന്ദ്രൻ്റെ ആ സമരത്തെ വിട്ടുകളഞ്ഞോളൂ എന്നാണ് ബ്രഹ്മാവ് ഉപദേശിച്ചത്. അലം, മതി. കാരണം
അവിടുന്ന് ഇനി 100ാമത്തെ യാഗമൊന്നും ചെയ്യണ്ട. ഏകോനശതകൃതം എന്ന വിശേഷപ്പെട്ട ഒരു പട്ടം അവിടത്തേക്ക് ഞാൻ നൽകുകയാണ്. ഇത് ലോകത്തിലൊരു പക്ഷേ അവിടത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിർത്തു എന്നുള്ള ഭാഷയിൽ ബ്രഹ്മാവ് പറയാണ്ടായത്. നൈവാത്മനെ മഹേന്ദ്രായ രോഷമാഹർത്തുമർഹസി ഉഭാവപി ഭദ്രം തേ ഉത്തമശ്ലോക വിഗ്രഹവും എന്ന് ബ്രഹ്മാവ് ഉപദേശിക്കുന്നുണ്ട്. ഉഭാവപി ഭദ്രം തേ, രണ്ടും അവിടുന്നാണ്. ഈ രണ്ട് ഭാവങ്ങൾ, മഹേന്ദ്രൻ എന്നുള്ള ദേവേന്ദ്രൻ്റെ ഭാവവും പൃഥു മഹാരാജാവ് എന്ന രാജാവിൻ്റെ ഭാവവും രണ്ടും ഉത്തമശ്ലോക വിഗ്രഹവും, ഉത്തമശ്ലോകനായ പരബ്രഹ്മസ്വരൂപൻ്റെ വിഗ്രഹങ്ങൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും. മാസ്മിൻ മഹാരാജകൃഥാസ്മ ചിന്താം നിശാമയാസ്മദ്വച ആദൃതാത്മാ യധ്യായതോ ദൈവഹതന്നു കർത്തും മനോതിരുഷ്ടം വിശതേ തമോന്ധം. അവിടെയാണ് ബ്രഹ്മാവിൻ്റെ ഉപദേശത്തിൻ്റെ ഹൈലൈറ്റ്, മാസ്റ്റർ പീസ് എന്ന് പറയാറില്ലേ. മാസ്മിൻ മഹാരാജകൃഥാസ്മ ചിന്താം, അസ്മിൻ ചിന്താം കൃഥാഹ മാ കൃഥാഹ. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നിശാമയ ആസ്മദ്വച ആദൃതാത്മാ, എൻ്റെ വാക്കുകളെ ആദരിക്കുന്നവനല്ലേ അവിടുന്ന്. എൻ്റെ വാക്കുകൾ വേണ്ട വിധത്തിൽ നിശാമയ കേൾപ്പിക്കൂ. യധ്യായതോ ദൈവഹതം ന്നു കർത്തും, അതായത് കർമ്മദോഷത്തെ ഇല്ലാതെയാക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ കർമ്മദോഷം ഉണ്ടാക്കി തീർക്കുന്ന മനോതിരുഷ്ടം വിശതേതമോന്ധം, അത്തരത്തിലൊക്കെ ആ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്ന ഒരു മനോവികാരം കൊണ്ട് തന്നെ മനോതിരുഷ്ടം, ആ ദേഷ്യം എന്ന മനസ്സ്, അതിരുഷ്ടമായിട്ടുള്ള മനസ്സ് എവിടേക്ക് പോകുന്നു? വിശതേ തമോന്ധം, അന്ധതയിലേക്ക് പോകുന്നു മഹാരാജാവേ. സാത്വികതയും കിടന്ന് നൈർഗുണ്യത്തിൽ വിഹരിക്കുന്ന അവിടുത്തെ പോലെയുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെയുള്ള, എന്താ പറയുക, നീചന്മാരെന്ന് പറയാൻ പറ്റില്ല, ഇത്രയും വിവരദോഷികളായിട്ടുള്ള ദേവേന്ദ്രനെ പോലെയുള്ള ആൾക്കാരെ കുറിച്ചൊന്നും അവിടുന്ന് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ക്രതുർ വിരമതാമേഷ. അതുകൊണ്ട് ഈ യാഗം കൊണ്ടാണ് നിർത്തിക്കോളൂ. അങ്ങേക്കൊരു മോഹമൊന്നുമില്ലല്ലോ. അങ്ങ് ദേവേന്ദ്രൻ്റെ പദത്തിലേക്ക് എത്താൻ വേണ്ടി യാഗം ചെയ്ത ആളല്ല. മാസ്മിൻ മഹാരാജകൃഥാഹ യധ്യായതോ ദൈവഹതന്നു കർത്തും മനോതിരുഷ്ടം വിശതേ തമോന്ധം ന്ന്, മനോതിരുഷ്ടം വിശതേ തമോന്ധം ന്ന് അടിവരയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളെ പോലെയുള്ള ആളുകൾ ചിന്തിക്കണം. ദേഷ്യം വരുന്ന സമയത്ത് അതിരുഷ്ടം മനഃ അന്ധം തമഹ വിശതേ എന്ന് ചിന്തിക്കുക. അതിദേഷ്യമുള്ള മനസ്സ് അത് അന്ധതയിലേക്ക് കൂപ്പുകുത്തുന്നതാണ് എന്ന് ധരിക്കുക. അപ്പം നമുക്ക് ദേഷ്യം കുറെ നിയന്ത്രിക്കാൻ സാധിക്കും. പൃഥ്വിനോടുള്ള ഉപദേശത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്, പ്രത്യേകിച്ച് 4ാമത്തെ വരി. കാരണം ഒരാളോടും ദേഷ്യത്തിൻ്റെ ആവശ്യമില്ല. ഉഭാവപിഹി ഭദ്രം തേ ഉത്തമശ്ലോക വിഗ്രഹവും. 2 പേരാണെങ്കിലും നിങ്ങൾ 2 പേരും ഉത്തമശ്ലോക വിഗ്രഹന്മാരാണ്. 2 പേരും ഭഗവൽ വിഗ്രഹങ്ങളല്ലേ, ഭഗവൽ സാന്നിധ്യമുള്ളവരല്ലേ 2 പേരും. അപ്പോൾ ആ ഭഗവൽ സാന്നിധ്യമുള്ള 2 പേര് പരസ്പരം തമ്മിൽ കൂടിയാൽ, അല്ലെങ്കിൽ തമ്മിൽ തല്ലുകൂടിയാൽ, തമ്മിൽ ശാരീരികമായിട്ടുള്ള കായികമായിട്ടുള്ള യുദ്ധമുണ്ടായാൽ അതാർക്കാണ് ദോഷം? മനോതിരുഷ്ടം വിശതേ തമോന്ധം. ഇത് പക്ഷേ ദേവേന്ദ്രന് മനസ്സിലാവില്ല. അങ്ങ് മോക്ഷധർമ്മത്തെ അറിയുന്നവനാണ് അവിടുന്ന്. ദേവേന്ദ്രൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം നൈവ ആത്മനെ മഹേന്ദ്രായ രോഷം ആഹർത്തുമരിഹസി. ദേവേന്ദ്രനോടൊരു ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല അവിടത്തേക്ക്. അതുകൊണ്ട് ഈ യാഗത്തോടെ എല്ലാം നിർത്തിക്കോളൂ.
ബ്രഹ്മാവ് ഉറക്കെ അനുഗ്രഹിക്കുകയാണ് പൃഥ്വിനെ. ആ സദസ്സിൽ നിന്നുകൊണ്ട് ഉറക്കെയാണ് ബ്രഹ്മാവിൻ്റെ പ്രസംഗം. ആ പ്രസംഗം കേൾക്കാൻ അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ബ്രഹ്മാവ് ഒഴിച്ചുള്ള ദ്വിമൂർത്തികൾ, പിന്നെ ദേവന്മാർ, ലോകത്തിലുള്ള സകല മഹർഷിമാരും ബ്രാഹ്മണന്മാരും എല്ലാവരും ഇരിക്കുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഉറക്കെയുള്ള ഈ അനുഗ്രഹ പ്രഭാഷണം. അപ്പോൾ മനോതിരുഷ്ടം വിശതേ തമോന്ധം. ഏത് തരത്തിലായാലും ശരി, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ദേഷ്യമെന്ന ഭാവം വരുന്നുണ്ടെങ്കിൽ സ്വയം നിയന്ത്രിക്കുക, തീരുമാനിക്കുക, ഇത് എനിക്ക് നല്ലതിനല്ല ഈ ദ്വേഷമെന്ന ഭാവം, ഈ ദേഷ്യമെന്ന ഭാവം എന്നെ തന്നെ നശിപ്പിക്കുന്ന മഹാഗ്നിയാണ്. ദേഷ്യം എന്നുള്ള ആ ഒരു ഭാവം നമ്മളെ ശരീരത്തെ വരെ കത്തിച്ചു കളയും. നമ്മൾ സഗരോപാഖ്യാനത്തിലൊക്കെ സഗരനെക്കുറിച്ച് പറഞ്ഞു ഞാനിവിടെ ഒരിക്കൽ. കപില മഹർഷിയുടെ നേത്രാഗ്നിയിൽ ഭസ്മമായി എന്നൊക്കെ. ഈ നേത്രാഗ്നിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദേഷ്യം ഒരു തീയായിട്ട് മാറുകയാണ്. ദേഷ്യത്തിന് തീയായിട്ട് മാറാൻ സാധിക്കും. കാരണം ദേഷ്യത്തിൻ്റെ ഭാവം ചൂടാണ്. എൻ്റെ ബ്ലഡ് പ്രഷർ കൂട്ടരുത് എന്ന് പറയാറില്ലേ? പ്രഷർ കൂട്ടുക ചെയ്യണത്. അപ്പം ആ രോഷമാഹർത്തുമരിഹസി നൈവ എന്നാണ്. ആരുമായിട്ടും ദേഷ്യത്തെ ഉണ്ടാക്കാൻ ആർക്കും യോഗ്യതയില്ല. ദേഷ്യപ്പെടാനായിട്ട് ആരും യോഗ്യന്മാരല്ല എന്നർത്ഥം. ആരോടും ദേഷ്യത്തിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം? ഉത്തമ ശ്ലോക വിഗ്രഹവും. ദേഷ്യപ്പെടുന്ന ആളും ദേഷ്യം വരുന്ന ആളും രണ്ടുപേരും പരമാത്മ സ്വഭാവത്തോടു കൂടിയ ജീവാത്മാക്കളാണ്. രണ്ട് ശരീരം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മനോതിരുഷ്ടം വിശതേ തമോന്ധം എന്ന് നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ കണ്ടീഷനുകളിലും നമ്മൾ സ്വയം തീരുമാനിക്കുക. ദേഷ്യം വരുന്ന സമയത്ത് ഈ മനസ്സിന് ഏറ്റവും ഇഷ്ടം മഞ്ഞ് പോലെ അലിയാനാണ്, തീ പോലെ കത്താനല്ല. മനസ്സ് നിർഗുണമാണ്. മനസ്സ് തീ പോലെ കത്തിക്കഴിഞ്ഞാൽ അത് ശരീരത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് BP ആയിട്ട് വരുന്നത്, ബ്ലഡ് പ്രഷറായിട്ട് മാറണത് അത്. അപ്പോൾ ആ ബ്ലഡ് പ്രഷർ കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥ നമ്മൾ സൃഷ്ടിക്കരുത്. ഓക്കെ, ഏതെങ്കിലും കാരണങ്ങളെ കൊണ്ടൊക്കെ ദേഷ്യം വരും. ദേഷ്യം വരാത്ത ഒരാളൊന്നും ലോകത്തിലുണ്ടാവില്ല. പക്ഷേ ഈ ബോധത്തോടു കൂടി ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യത്തിന് കനം കുറഞ്ഞു വരും. ഏത് ബോധത്തോടു കൂടി? മനോതിരുഷ്ടം വിശതേ തമോന്ധം എന്ന ബോധം. അതിരോഷമുള്ള മനസ്സ് അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തും. പിന്നെ ഒരിക്കലും കണ്ണു കാണാൻ പറ്റാത്ത രീതിയിൽ മനസ്സിൽ കാലുഷ്യങ്ങൾ അല്ലെങ്കിൽ ഭീകര സ്വഭാവം വന്നു നിറയും എന്നുള്ളത് സ്വയം ബോധ്യത്തോടെ ദേഷ്യപ്പെടാം. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ദേഷ്യപ്പെടുന്നതിൻ്റെ കനം കുറഞ്ഞു വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ വികാരങ്ങളെ ജയിക്കുക. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അങ്ങോട്ട് ധ്യാനത്തിലിരുന്നുകൊണ്ട് മതമാത്സര്യങ്ങളെ മുഴുവൻ ജയിക്കാനൊന്നും സാധിക്കില്ല. അതിനെ ജയിക്കേണ്ടത് ക്യുമുലേറ്റീവായ ഗ്രാജ്വലായ പ്രാക്ടീസുകളെ കൊണ്ടാണ്. അതിലൊരു പ്രാക്ടീസാണ് ഈ മനസ്സിനെ കൊണ്ടുള്ള പ്രാക്ടീസ്. ഞാൻ ദേഷ്യപ്പെടുകയില്ല. ഈ ദേഷ്യം എന്നെ ഒരിക്കലും കണ്ണു കാണാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. ആ ബോധ്യത്തോടെ ദേഷ്യപ്പെടുമ്പോൾ അടുത്ത ദേഷ്യപ്പെടലിൻ്റെ ആഘാതം കുറയും, കനം കുറയും. അപ്പോൾ ഇത് നമ്മളെല്ലാവരും പറ്റുമെങ്കിൽ വീടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചോളൂ. മനോതിരുഷ്ടം വിശതേ തമോന്ധം എന്ന്. അതിരുഷ്ടമായ മനസ്സ് അതിഗംഭീരമായ തമസ്സിനെ തമസ്സിലേക്ക് പ്രവേശിക്കും എന്ന ബോധ്യത്തോടെ വേണം നമ്മൾ ഒരാളുമായിട്ട് വിരലൊക്കെ വിറപ്പിച്ച് ചൂടാവുമ്പോൾ. അപ്പോൾ ഇവിടെ പൃഥുവിന് പോലും, ഭഗവാന്റെ നിർഗുണാവതാരമായിട്ടുള്ള പൃഥു മഹാരാജാവിന് പോലും ദേഷ്യം നടിക്കേണ്ടി വന്നു കുറച്ച് നേരത്തേക്ക്. അത് അധർമ്മത്തിനോടുള്ള ദേഷ്യമാണ്. പക്ഷെ അത് ദേഷ്യമായിട്ട് മാറി. അവിടെ ബ്രഹ്മാവ് വന്ന് സ്വയം ഗ്രേസ് പൃഥുവിനെ ബോധ്യപ്പെടുത്താണ്. ഗ്രേസിയാണ് ബ്രഹ്മാവ് ചെയ്തത്.
ഈ ബ്രഹ്മാവിന് പൊതുവേ നമുക്കൊരു ഒരു വിലയില്ലാത്ത കൂട്ടരാണ് നമ്മളെല്ലാവരും. നമ്മളെ സൃഷ്ടിച്ച ആളായതുകൊണ്ടാണ് നമുക്ക് വിലയില്ലാത്തത്. കാരണം നമ്മുടെ വില അത്രേ ഉള്ളൂ എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ബ്രഹ്മാവ് ബുദ്ധിയുടെ ദേവതയാണ്, നിസ്സാരക്കാരനൊന്നുമല്ല. സദ്ബുദ്ധി, കുബുദ്ധി ഇതൊക്കെ തിരിച്ചറിയുന്ന ആൾ ബ്രഹ്മാവാണ്. അപ്പോൾ രോഷമാഹർത്തും ന അരിഹസി എന്നും മനോതിരുഷ്ടം വിശതേ തമോന്ധം എന്നും ബ്രഹ്മാവാണ് ഉപദേശിച്ചത്. ആ ഉപദേശത്തെ മനസാ വാച മനസ്സിലാക്കി, കർമ്മണ മനസ്സിലാക്കി നമ്മളുടെ പ്രവർത്തനം മുമ്പിലേക്ക് കൊണ്ടുപോയാൽ ശരീരത്തിന് കേടില്ല, മനസ്സിനും കേടില്ല. മഹദ്ധർമ്മവ്യതികരം പശ്യത ദ്വിജാഹ. മഹൽ എന്ന് വെച്ചാൽ വലിയതായിട്ടുള്ള ധർമ്മവ്യതികരം ചെയ്ത ഇന്ദ്രേണാനുഷ്ഠിതം, ഇന്ദ്രനാൽ ചെയ്യപ്പെട്ട ഈ മഹദ്ധർമ്മ അതിക്രമം അത് അദ്ദേഹത്തിന് തന്നെ വിനയായിട്ട് തീരും. കർമ്മയിത വിജിഘാംസത യജ്ഞേന എന്നാണ്. ഏതായാലും ഇതൊക്കെ ഭാഗവത്തിലെ വാക്കുകളാണ്. ഇവിടെ ആ പൃഥു മഹാരാജാവിൻ്റെ സ്വഭാവ ഗുണവിശേഷം, ഒന്നുകിൽ നിങ്ങൾക്കിത് ഒരു കാര്യം സ്വയം തോന്നണം, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ നിഷ്കാരണം, നിരുപാധികം അതനുസരിക്കണം. ഇതാണ് നല്ല സ്വഭാവമുള്ളവരുടെ, ക്യാരക്ടറുള്ളവരുടെ, മഹാത്മാക്കളുടെ ലക്ഷണം. യെസ്, മനുഷ്യ വികാര വിചാരങ്ങളെ കൊണ്ട് ചിലപ്പോൾ തെറ്റ് ചെയ്തു എന്ന് വരും. അപ്പോൾ അത് തെറ്റാണെന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള നിരുപാധികമായിട്ടുള്ള മനസ്സാണ് മഹാത്മാക്കൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതാണ് മഹാത്മാക്കളുടെ ലക്ഷണം. ഇവിടെയും ബ്രഹ്മാവ് എന്ന് ഉപദേശിച്ചപ്പോൾ അദ്ദേഹം പിന്മാറി. ആ മഹർഷിമാരോട് പറഞ്ഞു ഇനി ആവാഹിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ പറയാനുണ്ടായത്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പിന്നീടുള്ള രംഗങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. സാക്ഷാൽ ഭഗവാൻ അതിലുണ്ടായിരുന്നു ആ സദസ്സിൽ ഭഗവാൻ എഴുന്നേറ്റുന്ന് എന്താ വരം വേണ്ടതെന്ന് ചോദിക്കുകയാണ്. പൃഥു മഹാരാജാവ് പറഞ്ഞു, ഏറ്റവും അപകടം പിടിച്ച അങ്ങയുടെ ചോദ്യം ഇതാണ്. എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുന്ന ഒരൊറ്റ സ്വഭാവത്തോടു കൂടി മനുഷ്യന്മാർ മുഴുവൻ നിഷ്ക്രിയരായിത്തീരും, കർമ്മത്തിൽ താല്പര്യമില്ലാത്തവരോ. പിന്നെ ആ വരം ചോദിച്ചവർ വീട്ടിലിങ്ങനെ സുഖമായിട്ടിരിക്കാനാവും താല്പര്യപ്പെടുക. അതുകൊണ്ട് ഈ ചോദ്യം അവിടുന്ന് ചോദിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങണം. ഈ സ്വഭാവം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ നശിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്, പൃഥു മഹാരാജാവ്. എന്താണ് വരം വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ ആ ചോദ്യമേ ചോദിക്കരുത് എന്നാണ്. ഇനി അങ്ങനൊരു ചോദ്യം ചോദിച്ചാലും എനിക്ക് വരം ചോദിക്കാനുള്ള മോഹം ഉണ്ടാവരുത് എന്ന വരം തരണം എന്നായിരുന്നു പൃഥുവിൻ്റെ വരയാചനം. നമുക്കിത് ഭട്ടതിരിപ്പാടിൻ്റെ ഭാഷയിലൊന്ന് കേട്ടു നോക്കാം. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം. വാജിനം ഹരന്തം ദേവേന്ദ്രം മുഹുരിതി. മുഹു എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നടത്തുക, അഗൈൻ ആൻഡ് അഗൈൻ. വാജി കുതിര. കുതിരയെ ഹരിക്കുന്നവനായി ദേവേന്ദ്രനെ വീണ്ടും വീണ്ടും കണ്ടതുകൊണ്ട് മഹർഷിമാർക്ക് ദേഷ്യമുണ്ടായി. അവരെന്ത് ചെയ്തു? വന്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ. മഹർഷിമാരൊക്കെ കൂടി ഒരു തീരുമാനമെടുത്തു. തം മുനിവരമണ്ഡലേ ജുഹൂഷൗ. വന്നൗ ജുഹൂഷൗ. അഗ്നിയിൽ അദ്ദേഹത്തിനെ ഹോമിക്കാൻ മുനിവരമണ്ഡലത്തിൽ തീരുമാനമായി. അവരെല്ലാവരും കൂടി ആലോചിച്ചു. കാരണം ഇതിനൊരു പരിധിയില്ലേ. ഒരു മഹൽ സൽക്കർമ്മം ചെയ്യുന്ന ഒരാളോട് അയാളുടെ സ്വഭാവത്തെ പോലും പരീക്ഷിക്കുന്ന രീതിയിൽ, അയാളുടെ മാഹാത്മ്യത്തെ പരീക്ഷിക്കുന്ന രീതിയിൽ, അയാളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ ഒരാൾ പെരുമാറുമ്പോൾ അയാൾക്കുള്ള ശിക്ഷ കുറഞ്ഞു പോകരുത്. 99 തവണയാണ് ചെയ്തത്. അറിയാത്തതുകൊണ്ടല്ല, അറിയാത്ത ആളല്ല ദേവേന്ദ്രൻ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ അത് പരമോന്നത ശിക്ഷയായിരിക്കണം. അഗ്നിയിലേക്ക് ദേവേന്ദ്രനെ ഹോമിക്കാൻ
എല്ലാവരും കൂടി തീരുമാനിച്ചു. യുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ. രുന്ധാനേ കമലഭവേ എന്നുവെച്ചാൽ കമലഭവൻ ബ്രഹ്മാവ്. ബ്രഹ്മാവ് മുമ്പിലെത്തി അതിനെ നിരോധിച്ചു, തടഞ്ഞു. ആ കാര്യമാണ് നമ്മൾ വിസ്തരിച്ച് നേരത്തെ കേട്ടത്. ബ്രഹ്മാവിൻ്റെ പ്രത്യേകതയാണ് ഞാൻ കുറച്ചു മുമ്പ് ഒരു വാചകത്തിലൂടെ പറഞ്ഞത്. ബുദ്ധിയുടെ ദേവതയാണ്. ഈ ബുദ്ധി ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്ന് സ്വയം പിന്മാറാനുള്ള ഒരു ഊർജ്ജമായിട്ട് മാറിയാൽ പിന്നെ മനസ്സിനവിടെ ഒരു കൽമഷവും ഉണ്ടാവില്ല. ബുദ്ധി എപ്പോഴും മത്സരത്തെ ഉദ്ദീപിപ്പിക്കുന്നതാണ് ഈ ബുദ്ധിയുടെ സ്വഭാവം. മത്സരോദ്ദീപകമായ ബുദ്ധിയാണ് സ്വതവേ തന്നെ നമുക്കുള്ളത്. രാവിലെയൊക്കെ നടക്കാനിറങ്ങുന്ന ആൾക്കാരെ നോക്കി നോക്കൂ. രാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന ആൾ സ്ഥിരം പിന്നാലെ വരുന്ന ആൾ ഇന്ന് ഞാൻ അവനെ ഓവർടേക്ക് ചെയ്യും. വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ട്രാഫിക്കുകളിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ പാമ്പ് പോലെ അഴിഞ്ഞ് വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന ആൾക്കാർ? സ്വതവേ ബുദ്ധിയുടെ സ്വഭാവം മത്സരമാണ്. ഈ മത്സരത്തെ ഇല്ലാതെയാക്കാൻ ബുദ്ധി തന്നെ മുന്നിട്ടിറങ്ങിയാൽ പിന്നെ നിർഗുണമായിട്ടുള്ള മനസ്സ് ശോഭിക്കും. ഒരു ആവശ്യവുമില്ലാതെ മത്സരിക്കുന്ന ബുദ്ധിയാണ് നമ്മുടെ പലപ്പോഴും. ആലോചിച്ച് നോക്കൂ, വല്ല കാര്യമുണ്ടോ മത്സരിച്ചിട്ട്? ഒരു ജീവിതം മത്സരമാണ്. നേടൂ ആമയുടെ മുയലിൻ്റെ കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് നമ്മളങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യും. ആമ ജയിച്ച കഥയും മുയൽ തോറ്റ കഥയും. ഇത് മത്സരബുദ്ധി ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുക ചെയ്യണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ BP ബ്ലഡ് പ്രഷർ കൂടുക മാത്രമേ ചെയ്യുള്ളൂ. അത് കൂടി തലച്ചോറിനെ ബാധിക്കുകയും കൂടി ചെയ്യും. രുന്ധാനേ കമലഭവൗ. അത് കമലഭവൻ്റെ പ്രതിനിധാനമായിട്ടുള്ള ബുദ്ധി ഈ മത്സരബുദ്ധിയെ രോധനം ചെയ്യുന്നവനായിരിക്കണം. ബുദ്ധിയെ കൊണ്ട് ഈ അസൂയാദി മതമാത്സര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ, സ്വയം ആ സംവിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ, ചിന്തയിലേക്ക് നമ്മൾ ഉയർന്നാൽ മനസ്സ് നിശ്ചലമാവും, സെറിൻറ്റ് ആവും, പ്രസന്നമാവും, കാം, ക്വയറ്റ്, കളക്റ്റഡ് ആയിത്തീരും. ഇപ്പോൾ ആകെ കൽമഷം വരാൻ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മത്സരം, തൻ്റെ ജോലിയുടെ കാര്യത്തിൽ മത്സരം, സമ്പാദനത്തിൽ മത്സരം, സഹോദരന്മാരോട് മത്സരം, സഹപാഠികളോട് മത്സരം, സുഹൃത്തുക്കളോട് മത്സരം, നാട്ടുകാരോട് മുഴുവൻ മത്സരം. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ ഈ മത്സരം അമ്പലത്തിലെ സപ്താഹത്തിന് അവൻ 5001 കൊടുത്തു, ഞാൻ 10001 കൊടുത്തു എന്നുള്ള മത്സരത്തിലേക്ക് അത് വരില്ല. ഇനി അന്നദാനത്തിന് അത് 5001 കൊടുത്താൽ എൻ്റെ വക 1001 തന്നെയുള്ളൂ. അവനൊക്കെ ധാരാളിത്തം കാണിക്കുക. മത്സരങ്ങൾ ഹെൽത്തി ആവണമെന്നൊരു ഭാഷ നമ്മൾ പറയാറുണ്ട്. ഹെൽത്തി ആയിട്ടൊന്നും കാര്യമില്ല. മത്സരം എന്ന ഭാവം ബുദ്ധിയെ കലുഷിതമാക്കും. അതുവഴി സ്വതവേ വളരെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സെന്ന അവസ്ഥ ഏറ്റവും കളങ്കിതമായിട്ട് മാറി കഴിയും. വൈരം ദുസ്ത്യജം അത്യജ എന്ന് ധ്രുവൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ പൃഥ്വിൻ്റെ കാര്യത്തിലും ഇത്രയും പറയുന്നുണ്ട്. ആ മത്സരബുദ്ധി ത്യജിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് പോലും പൃഥു മഹാരാജാവ് അനായാസേന അതിനെ ത്യജിച്ചു. അതാണ് മഹാത്മ്യം. അപ്പോൾ ഈ കമലഭവൻ്റെ പ്രതിനിധാനം, ബ്രഹ്മാവിൻ്റെ പ്രതിനിധാനമായിട്ടുള്ള ബുദ്ധി, ആ ബുദ്ധി എന്ന പ്രക്രിയ അല്ലെങ്കിൽ ബുദ്ധി എന്ന വസ്തുത, ബുദ്ധി എന്ന പ്രതിഭാസം, അതിനെ നമുക്ക് ഒന്ന് തിരിക്കാൻ കഴിഞ്ഞാൽ, അതായത് രുന്ധാനെ ഇതിനെയെല്ലാം നിരോധിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ബുദ്ധി നല്ലതായി കഴിഞ്ഞാൽ പിന്നെ വിജയിച്ചു ജീവിതം. രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ മുതൽ കണ്ണടയ്ക്കുന്നത് വരെ ഈ മത്സരമാണ് നമുക്ക്. ഓരോരുത്തരുടെ ചിന്തയിലും ഓരോ തരത്തിലാണ് മത്സരത്തിൻ്റെ ഭാവം എന്നേ ഉള്ളൂ. ആ മത്സരഭാവം ഇല്ലാതെയാക്കാൻ നമ്മൾ സ്വയം ശ്രമിച്ചാൽ, ബുദ്ധിയിൽ നിന്ന് അത് ഒഴിഞ്ഞു പോയാൽ, ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിന് പിന്നെ അതിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ BP ഒക്കെ കുറയും.
തലച്ചോറ് ശുദ്ധമാവും. ഈ തലച്ചോറ് ചകിരിച്ചോറാവണത് എന്തുകൊണ്ടാണ്? ചകിരിച്ചോറാവണത് ആ ചകിരി എന്താ പറയുക, ഒരു ആവശ്യവുമില്ല. അത് ചകിരി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും പിണ്ടിയായതാണ് ഈ ചകിരി എന്ന അവസ്ഥ. നാളികേരത്തിൻ്റെ ഉണങ്ങിയ ചകിരി പെട്ടെന്ന് കത്തി പിടിക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് അങ്ങനെ അതിൻ്റെ എസൻസ് മുഴുവൻ അങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ടാണ് അത് ചകിരിയായിട്ട് മാറുന്നത്. എന്നതുപോലെയാണ് നമ്മുടെ തലച്ചോറെങ്കിൽ എസൻസ് മുഴുവൻ മാറ്റിയെടുത്തിട്ടുള്ള അവസ്ഥയാണ് തലച്ചോറിൻ്റെ എങ്കിൽ അത് കത്തിപ്പിടിക്കാൻ എളുപ്പമാണ്. മനോതിരുഷ്ടം വിശതേതമോന്ധം, പിന്നെ അത് മനസ്സിലേക്ക് ബാധിക്കും ബുദ്ധിയിൽ നിന്ന്. ഇപ്പം ഈ രുന്ധാനേ കമലഭവൗ എന്നുള്ളത്, അല്ലെങ്കിൽ കമലഭവേ എന്നുള്ള ഭാവം തടയാൻ ബ്രഹ്മാവ് വന്നു എന്നുള്ള ഭാവം ബുദ്ധി വന്നു എന്നുള്ള ഭാവത്തിലേക്ക് മാറ്റാൻ സാധിച്ചാൽ, ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എപ്പോഴാണ് ജയിക്കേണ്ടത്? മത്സരമില്ലാത്ത അവസ്ഥയിൽ മത്സരത്തെ ജയിച്ചിട്ട് കാര്യമില്ല, മത്സരഭാവത്തെ ജയിച്ചിട്ട് കാര്യമില്ല. മാത്സര്യത്തെ ജയിക്കാൻ മത്സരമുള്ളപ്പോൾ മാത്സര്യത്തെ ജയിക്കണം. മാത്സര്യത്തെ ജയിക്കണമെങ്കിൽ ലക്ഷ്യബോധത്തോടെ നിഷ്കാമമായി കർമ്മം ചെയ്യുന്ന ഒരു ശൈലി, ഒരു സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കണം. അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ നേരമില്ലാത്ത അവസ്ഥയുണ്ടായാൽ, മനസ്സോ ബുദ്ധിയോ വളരെയധികം എൻഗേജ്ഡ് ആയി കഴിയുമ്പോൾ അത് മറ്റുള്ള വസ്തുക്കളെയോ പ്രതിഭാസങ്ങളെയോ വസ്തുതകളെയോ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ, മനസ്സെടുക്കാത്ത അവസ്ഥ വരുത്തുന്ന രീതിയിൽ അത്രയും ബിസി ആയിട്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ രുന്ധാനേ കമലഭവേ, കമലഭവൻ്റെ സ്വഭാവമായ ബുദ്ധി രോധിക്കുന്നതായിട്ട് മാറും, തടഞ്ഞു നിർത്തും. ഇത്തരത്തിലുള്ള മത്സര ബുദ്ധി പാടില്ല, അത് സ്വയം നശിപ്പിക്കുന്നതാണ് എന്ന ബോധം വരും. ക്രതോ സമാപ്തൗ, അത് അദ്ദേഹം വന്ന് ഏകദേശം യാഗ അവസാനത്തിലാണ് ബ്രഹ്മാവ് വന്ന് ഇതിനെ പിടിച്ചു നിർത്തി. രുന്ധാനേ കമലഭവേ, അവിടെ വന്ന് ബ്രഹ്മാവ് തടഞ്ഞു. പിന്നെ വേറൊരു സംഗതി പറയുകയാണ്, ക്രതോ സമാപ്തൗ, യാഗത്തിൻ്റെ അവസാനം എന്തുണ്ടായി? സാക്ഷാൽ ത്വം മധുരിപമൈക്ഷഥാ സ്വയം, മധുരിപും ഐക്ഷഥാ സ്വയം, സാക്ഷാത്വം മധുരിപും ഐക്ഷഥാ സ്വയം സ്വം. അങ്ങേ തന്നെ കണ്ടു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. സ്വയം സ്വം രണ്ടും പ്രയോഗിച്ചു. ഇതിൽ സ്വയം എന്നുള്ളത് ത്വം എന്നുള്ളതിൻ്റെ കൂടെ ചേർക്കേണ്ടത്. ത്വം സ്വയം സ്വം മധുരിപും ഐക്ഷഥാഹ. ഐക്ഷഥാഹ എന്ന് പറഞ്ഞാൽ കണ്ടു, ഈക്ഷിച്ചു. സാക്ഷാൽ, അതായത് മധുരിപുമായിട്ട് ആരെയാണ് പറയാറ്? മഹാവിഷ്ണുവിനെ, വൈഷ്ണവ ഭാവത്തെ. ഇവിടെ പൃഥ്വമഹാരാജാവായിട്ടുള്ള ഭഗവാനായിട്ടുള്ള അവിടുന്ന് സ്വയം താൻ തന്നെ കണ്ണാടി നോക്കിയ പോലെ കണ്ടു എന്ന് പറയുകയാണ്. സ്വം മധുരിപും, തൻ്റെ തന്നെ രൂപമായിട്ടുള്ള മധുരിപു രൂപത്തെ ഐക്ഷഥാഹ കണ്ടു. യാഗസമാപ്തിയിൽ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ചുരുക്കം, അല്ലെങ്കിൽ മുമ്പിലേക്ക് വന്നു എന്നുള്ള ഭാവം കൊണ്ടുവരികയാണ്. പക്ഷെ പ്രയോഗത്തിൻ്റെ ഒരു സാരസ്യം ആലോചിച്ച് നോക്കൂ. സാക്ഷാത്വം മധുരിപും ഐക്ഷഥാഹ സ്വയം സ്വം. യു യുവേഴ്സെൽഫ് സോ യു, അങ്ങ് സ്വയം അവിടുത്തെ കണ്ടു. ആസ് മധുരിപു, മധുരിപുമായിട്ട് അങ്ങ് അവിടുത്തെ സ്വയം കണ്ടു. താൻ തന്നെ കണ്ണാടി നോക്കിയാൽ വേറൊരു ഗെറ്റപ്പിൽ എങ്ങനെ കാണുന്നുവോ അതേ അവസ്ഥയാണെന്നാണ്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ ഒരേ ഗെറ്റപ്പാണല്ലോ കാണുക. കണ്ണാടി നോക്കിയപ്പോൾ വേറൊരു ഗെറ്റപ്പിൽ തന്നെ എങ്ങനെ കാണുന്നുവോ അതേ അവസ്ഥയാണ് അവിടുത്തെ മുമ്പിൽ സാക്ഷാൽ വൈകുണ്ഠമൂർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ സംഭവിച്ചത്. ഇതൊക്കെ പ്രയോഗത്തിൻ്റെ ഒരു സാരസ്യവും ഇതിൻ്റെ ജീനിയസുമാണ്. അതിലെന്തൊക്കെ ഉൾപ്പെട്ടു എന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. മഹാവിഷ്ണു വന്നു എന്നുള്ളത് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാനുണ്ടായത്. സാക്ഷാത്വം മധുരിപമൈക്ഷഥാ സ്വയം സ്വം, അവിടുന്ന് സ്വയം ഗുരുവായൂരപ്പ മധുരിപമായിട്ടുള്ള അവിടുത്തെ കണ്ടു. അപ്പോൾ ആ യാഗത്തിൻ്റെ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് 8ാമത്തെ ശ്ലോകത്തിൽ.
മുഹുരുതി വാജിനം ഹരന്തം. അവിടെ പ്രൊവോക്കേഷനാണ്, മത്സരബുദ്ധി ഉണ്ടാക്കി തീർക്കലാണ് ഇന്ദ്രൻ്റെ സ്വഭാവം. ദേവന്മാരുടെ മുഴുവൻ സ്വഭാവം ദേവസുന്ദരിമാരെ പോലെയെന്നോ സ്വർഗീയ ഭാവം വേണമെന്നൊക്കെ ആഗ്രഹിക്കൽ നമുക്ക് മത്സരബുദ്ധി കൂടുതൽ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അത് യാഗം ചെയ്യലായാലും ശരി. പ്രാചീന ബിർഹിസ് എന്നൊരാളുടെ കഥ ഇനി നമുക്ക് കേൾക്കാൻ പറ്റും അടുത്ത കഥയിൽ. ആ പ്രാചീന ബിർഹിസ് ഒരു ഉദാഹരണമായിരുന്നു. എന്ന് വെച്ചാലോ, അദ്ദേഹത്തിന് മത്സരബുദ്ധിയായിരുന്നു. ഒരു യാഗം കഴിയുമ്പോൾ അടുത്ത യാഗം. എന്തിനാണ്? സ്വർഗത്തിൽ പോയി ദേവന്മാരുടെ പോലെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സൽക്കർമ്മത്തിൽ പോലും മത്സരമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ഫലത്തിലേക്ക് എത്താൻ പോകുന്നില്ല. മുഹുരുതി വാജിനം ഹരന്തം ദേവേന്ദ്രം. വീണ്ടും വീണ്ടും കുതിരയെ മോഷ്ടിക്കുന്ന സ്വഭാവം ദേവേന്ദ്രനുണ്ടായത് ദേവേന്ദ്രൻ്റെ ഒരു പ്രൊവോക്കേഷൻ, ഒരു മാത്സര്യ ബുദ്ധിയായിരുന്നു. ആ മാത്സര്യ ബുദ്ധിക്ക് അടിമപ്പെടാതെ 99 കൊല്ലം അല്ലെങ്കിൽ 99 യാഗസമയത്ത് പൃഥു മഹാരാജാവ് ഇരുന്നു. 100ാം യാഗത്തിലാണ് അവനെ വകവരുത്തണം എന്ന് തീരുമാനിച്ചത്. ഈ പ്രൊവോക്കേഷൻ താൻ സ്വീകരിക്കുന്നു, തന്നെ ബാധിക്കുന്നു എന്നതായിട്ട് തോന്നിയപ്പോഴാണ് ബുദ്ധി ആയിട്ടുള്ള ബ്രഹ്മാവ് വന്ന് പ്രത്യക്ഷപ്പെട്ടത്. അരുത്, ഡോണ്ട് സക്കംപ് ബിഫോർ പ്രൊവോക്കേഷൻസ്. ഒരിക്കലും കീഴ്പ്പെട്ടില്ലാതാവരുത് ഈ എന്താ പറയുക പ്രൊവോക്കേഷന് മുമ്പിൽ, പ്രകോപനങ്ങളുടെ മുമ്പിൽ, പ്രലോഭനങ്ങളുടെ മുമ്പിൽ മനസ്സിനെയോ ബുദ്ധിയെയോ ഒരിക്കലും കീഴ്പ്പെടുത്തരുത് സ്വയം എന്ന് ബ്രഹ്മാവ് സ്വയം എന്ന് പറഞ്ഞപ്പോഴാണ് ബോധ്യം വന്നതും ആ സമയത്താണ് നിർഗുണനായിട്ടുള്ള വൈകുണ്ഠമൂർത്തിയെ കണ്ടു എന്നും പറഞ്ഞത്. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം. വീണ്ടും വീണ്ടും ദേവേന്ദ്രനെ കുതിരയെ ഹരിക്കുന്നവനായിട്ട് കണ്ട് വന്നൗ ത്വം മുനിവരം വന്നൗ തം മുനിവരമണ്ഡലേ രുഹൂഷൗ. മണ്ഡലത്തിൽ മഹർഷിമാരെല്ലാവരും കൂടി അഗ്നിയിൽ അദ്ദേഹത്തെ ഹോമിക്കാൻ തീരുമാനിച്ചു. രുന്ധാനേ കമലഭവൻ വന്ന് തടഞ്ഞു. ക്രതോ സമാപ്തോ, അവസാനം യാഗത്തിൻ്റെ അവസാനം സാക്ഷാത്വം മധുരിപും ഐക്ഷഥാ സ്വയം അവിടുന്ന് സ്വയം അങ്ങേ തന്നെയായ മധുരിപിനെ കണ്ടു എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.